രുദ്രനും ഗൗരിയും കാറിൽ നിന്നിറങ്ങി. രുദ്രൻ ഫോണിൽ ആരോടോ സംസാരിച്ച് മുന്നോട്ട് നടന്നു. ഗൗരി അവൻ്റെ പിന്നിൽ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഗൗരി ഒരാളുമായി കൂട്ടിയിടിച്ചു. സോറി, അവൻ മറുപടി പറഞ്ഞു. ഗൗരിയെ തട്ടിയത് സിനിമാ നടൻ ഉണ്ണി മുകുന്ദനായിരുന്നു. ഉണ്ണിയെ കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ അവൻ്റെ വലിയ ആരാധികയായിരുന്നു. അവൾ അലറി, ദയവായി പതുക്കെ നിലവിളിക്കൂ. കുട്ടിയുടെ സൗണ്ട് കേട്ട ഇവിടെ ഒരു ജനക്കൂട്ടം തടിച്ചു കൂടും. ഉണ്ണി മുകുന്ദൻ മുഖത്ത് ഒരു മാസ്ക് ധരിച്ചിരുന്നു. ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ തലയിലൊരു തൊപ്പിയും. രുദ്രൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കുറച്ച് ദൂരെ നിന്നുകൊണ്ട് തിരിഞ്ഞ് ഗൗരിയെ നോക്കി. അവളെ ഏതോ ഒരാണുമായി സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. അത് കണ്ട് രുദ്രൻ ദേഷ്യം വന്നു. ഞാൻ പിന്നീട് വിളിക്കാം, അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു. ദേഷ്യത്തോട് ഗൗരിയുടെയും ഉണ്ണിയുടെയും അടുത്തേക്ക് നടന്നു. ഗൗരി മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്നത് പോലും രുദ്രന് ഇഷ്ടമില്ലായിരുന്നു. ഉണ്ണിയോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ഗൗരി ഫോൺ ബാഗിൽ നിന്ന് പുറത്തെടുത്തു. അവൾ സന്തോഷത്തോടെ ക്യാമറ ഓൺ ചെയ്തു. സെൽഫി എടുക്കാൻ അവൾ കൈ ഉയർത്തിയതും രുദ്രൻ വന്ന് അവളുടെ കൈ പിടിച്ചു. ഗൗരി ഞെട്ടലോടെ രുദ്രനെ നോക്കി. രുദ്രൻ നല്ല ദേഷ്യത്തിലായിരുന്നു. രുദ്രേട്ട, എൻ്റെ കൈ വിട്, എനിക്ക് വേദനിക്കുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദന് പിന്നിൽ നിന്ന് പറഞ്ഞു, ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ടുപോകുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? രുദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഉണ്ണി മുകുന്ദനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഇവൾ എൻ്റെ പെണ്ണാണ്. അവളുടെ കയ്യിൽ പിടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? ഉണ്ണിക്ക് നല്ല ദേഷ്യം തോന്നി രുദ്രനോട്. സോറി സാർ, രുദ്രേട്ടന് ആളും മനസ്സിലാവാതെയാണ്, സോറി. രുദ്രൻ ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കാറിന്റെ ഡോർ തുറന്ന് ഗൗരിയെ കാറിലേക്ക് തള്ളി. ഗൗരി അവളുടെ കൈ തടവിക്കൊണ്ട് രുദ്രനെ നോക്കി. അവൾക്ക് രുദ്രനോട് നല്ല ദേഷ്യം തോന്നി. രുദ്രനും കാറിൽ കയറി. പക്ഷേ ഒരിക്കൽ പോലും ഗൗരിയെ രുദ്രൻ നോക്കിയില്ല. അവൻ ഒരു കൈ കൊണ്ട് നെറ്റിയിൽ പിടിച്ചു, മറു കൈ കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. രുദ്രന് ഭ്രാന്താണോ? ഏട്ടാ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും അറിയാമോ? ഗൗരി പറഞ്ഞത് കേട്ടതും രുദ്രന്റെ ക്ഷമ നശിച്ചു. അവൻ നെറ്റിയിൽ നിന്ന് കൈമാറ്റി ഗൗരിയെ തുറിച്ചു നോക്കാൻ തുടങ്ങി. പക്ഷേ അവളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ രുദ്രനിൽ നിന്ന് അല്പം വിട്ടിരുന്നു കൊണ്ട് അവനോട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉണ്ണിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതുകൊണ്ടാണ് രുദ്രന് ദേഷ്യം വന്നത്. ഉണ്ണി? ഗൗരി പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ ശല്യപ്പെടുത്താതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗൗരി? ഇപ്പം മനസ്സിലായി, ഈ ചെകുത്താനെ കുശുമ്പ് കയറി എന്നാ തോന്നി. രുദ്രേട്ട, ഞാൻ ഉണ്ണി, സോറി. ഉണ്ണിമുകുന്ദൻ്റെ ഒരു വലിയ ആരാധികയാണ്. ഉണ്ണിമുകുന്ദനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഇനി നിനക്കവനെ ഇഷ്ടമാണോ? ഇല്ല, എനിക്കവനെ അത്ര ഇഷ്ടമല്ല. അവൻ്റെ അഭിനയം മാത്രം നല്ലത്, മറ്റൊന്നുമല്ല. അവൻ നല്ലവനല്ല. ഈ ലോകത്ത് രുദ്രേട്ടനേക്കാൾ സുന്ദരനും പൂർണ്ണവുമായ ആരുമില്ല. നീയാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അത് കേട്ടതും രുദ്രന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഗൗരി രുദ്രനെ നോക്കിയ ശേഷം അവന്റെ മുഖം അവളുടെ മുഖത്തോട്ട് ചിരിച്ചു. പതിയെ ചുണ്ടിൽ മുത്തി. രുദ്ര കാറ് റോഡ് സൈഡിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. പെട്ടെന്ന് അവൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കി. അവൾ രുദ്രനിൽ നിന്ന് അല്പം വിട്ടിരുന്നു. പക്ഷെ പിന്നീട് രുദ്രൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ഇപ്പോൾ അവരുടെ മുഖങ്ങൾ വളരെ അടുത്തായിരുന്നു. അവൻ അവളുടെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ഒരു ആവേശകരമായ ചുംബനത്തിന് ശേഷം അവൻ ഗൗരിയിൽ നിന്ന് വിട്ടിരുന്നു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിലേക്ക് പോകണ്ടേ? ഗൗരി കളിയോടെ പറഞ്ഞ രുദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു. അവർ വീട്ടിലെത്തിയപ്പാടെ ഗൗരി അവളുടെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് മറിഞ്ഞു. രുദ്രൻ അവളെ നോക്കിയതിനു ശേഷം അവൻ്റെ മുറിയിലേക്ക് പോയി ഫ്രഷായി കിടന്നു. രാവിലെ ഗൗരി കണ്ണു തുറന്നതു ആരുടെയോ ശബ്ദം ഉച്ചത്തിൽ കേട്ടു. അവൾ പതുക്കെ കണ്ണു തുറന്നു. ആ ശബ്ദം തിരിച്ചറിയാൻ ശ്രമിച്ചു. അത് രുദ്രന്റെ ശബ്ദമായിരുന്നു. ഗൗരി പെട്ടെന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഈ ശബ്ദം പുറത്തുനിന്നാണ് വരുന്നത്. ഗൗരി ഇന്ന് വരെ രുദ്രൻ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടില്ല. ഗൗരി പെട്ടെന്ന് താഴേക്കിറങ്ങി. അവൾ ഇറങ്ങിയ ഉടനെ രുദ്രയോട് ദേഷ്യപ്പെടുന്നത് അവൾ കണ്ടു. ഗൗരിയെ തള്ളാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതിന്റെ അനന്തരഫലങ്ങൾ നിനക്ക് അറിയില്ലായിരുന്നു. റിയ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉറക്കെ കരയുകയായിരുന്നു. രുദ്രന്റെ കണ്ണുകൾ തീ കത്തുന്നുണ്ടായിരുന്നു. രുദ്രൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ഗൗരിക്ക് മനസ്സിലായി. അപ്പോ റിയാണ് എന്നെ തള്ളിയിട്ടത്.
ഗൗരി പതുക്കെ രുദ്രന്റെ അടുത്തേക്ക് നടന്നു. റിയ ഗൗരിയെ അവിടെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവളെ ആക്രമിക്കാൻ അവൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ രുദ്രൻ അവളുടെ മുന്നിൽ വന്നു. രുദ്രൻ മാറി നിൽക്കും, ഇവിടെ ഇന്ന് തന്നെ കൊല്ലും, അവളെ തൊട്ടുപോകരുത്, രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ റിയ വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങിയതും രുദ്രൻ ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ച് നിലത്തേക്ക് തള്ളി. അതിനുശേഷം രുദ്രൻ തൻ്റെ ബോഡി ഗാർഡുകളെ നോക്കി ആംഗ്യം കാണിച്ചുകൊണ്ട് റിയ അവിടെ നിന്നും കൊണ്ടുപോവാൻ ആവശ്യപ്പെട്ടു. നോക്ക് രുദ്രൻ, നിനക്കിതെന്നോട് ചെയ്യാൻ കഴിയില്ല. നിനക്ക് എൻ്റെ അച്ഛനെ അറിയില്ല. എന്നോടിങ്ങനെ പെരുമാറിയതിന് അച്ഛൻ ഒരിക്കലും ക്ഷമിക്കില്ല. അവളുടെ വാക്കുകൾ കേട്ട് രുദ്രൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ കാരണം ഞാൻ നിന്നെ ജീവനോടെ വിടുന്നു. ഇനി നീ ഗൗരിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ നിന്നെ അച്ഛനെ ബഹുമാനിക്കുക പോലും ചെയ്യില്ല. രുദ്രന്റെ ബോഡി ഗാർഡ്സ് റിയയെ അവിടെ നിന്ന് കൊണ്ടുപോയതും രുദ്രൻ തൻ്റെ പിന്നിൽ നിൽക്കുന്ന ഗൗരിയെ നോക്കി. രുദ്രന്റെ കൂർപ്പിച്ചുള്ള നോട്ടം ഗൗരിയിൽ പതിഞ്ഞതും അവൾ ഒരു നിമിഷം ഭയന്നു പോയി. വളരെ കാലത്തിന് ശേഷമാണ് ഗൗരി രുദ്രൻ ഇത്ര ദേഷ്യത്തോടെ കാണുന്നത്. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവനെ ഇറുകെ പുണർന്നു. രുദ്രേട്ട, ഇനി എന്നെ ഉപദ്രവിക്കൂ? ഇല്ലടാ, നീ പേടിക്കണ്ട. നിന്റെ കൂടെ ഈ ചെകുത്താനുള്ളിടത്തോളം നിന്നെ ആരും ഉപദ്രവിക്കില്ല. പോയി കോളേജിലേക്ക് പോകാൻ റെഡിയാവും. ഗൗരി മുകളിലെ അവളുടെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഗൗരി റെഡിയായി വന്നു. രുദ്രൻ ഗൗരി വന്നതും അവൾക്ക് ഭക്ഷണം വിളമ്പി അവനും എടുത്ത് കഴിച്ചു. ഗൗരി, ഞാൻ ഇന്ന് നിന്നെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാം, സത്യമായിട്ടും. അവൾ വേഗം ഭക്ഷണം കഴിച്ച് രുദ്രന്റെ ഒപ്പം കാറിൽ കയറി. ഗൗരിയുടെ കണ്ണുകൾ ഒരു പാനിപ്പൂരി വിൽപ്പനക്കാരന്റെ മേൽ പതിഞ്ഞു. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വിളിച്ചു പറഞ്ഞു, നിർത്ത് രുദ്രേട്ട. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. രുദ്രൻ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു പാനിപ്പൂരി വിൽപ്പനക്കാരൻ വണ്ടിയുമായി ഇരിക്കുന്നു. അവനെ കണ്ട രുദ്രന്റെ കണ്ണുകൾ മൂർച്ചയുള്ളതായി. ഗൗരി രുദ്രനെ നോക്കിയതും അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പൊ നിനക്കത് കഴിക്കണോ? രുദ്രൻ അല്പം ദേഷ്യത്തോട് ഗൗരിയോട് ചോദിച്ചു. ഗൗരി തലയാട്ടി പറഞ്ഞു. നീ? രുദ്രൻ എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ ഗൗരി അവനെ തടസ്സപ്പെടുത്തി പറഞ്ഞു, നോക്ക് രുദ്രേട്ട, ഞാൻ കുറേയായി പാനിപ്പൂരി കഴിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചു തരൂ. കരയുന്ന മുഖത്തോടെ ഗൗരി പറഞ്ഞതും രുദ്രന്റെ ഹൃദയം ഉരുകി. ശരി, വാങ്ങിത്തരാം, പക്ഷേ അധികം കഴിക്കരുത്. രുദ്രൻ അത് പറഞ്ഞ ഉടനെ ഗൗരി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു, കവിളിൽ ചുംബിച്ചു. ശരിയെന്ന് പറഞ്ഞു. ഗൗരി വേഗം കാറിൽ നിന്നിറങ്ങി പാനിപ്പൂരി വിൽപ്പനക്കാരന്റെ മുന്നിൽ നിന്നു. സഹോദര, ഒരു പാനിപ്പൂരി. രുദ്രൻ കാറിൽ നിന്നിറങ്ങി. അവൻ ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. രുദ്രൻ ഫോണിൽ നിന്ന് മുഖമൂർത്തി ഗൗരിയെ നോക്കി. ഗൗരിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ചുണ്ടുകൾ പൂർണ്ണമായും ചുവന്നിരുന്നു. മുളക് കാരണം അവൾക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടും രുദ്രന്റെ മുഖം വിറച്ചു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി ഗൗരിയുടെ കയ്യിൽ നിന്ന് പാനിപ്പൂരി പിടിച്ചു മാറ്റി. ഗൗരി ഞെട്ടിപ്പോയി. പാനിപ്പൂരി കഴിക്കാൻ വന്ന ആളുകളും ഞെട്ടി. രുദ്രൻ കൈപിടിച്ചു അവളെ കൊണ്ടുപോകാൻ തുടങ്ങി. പാനിപ്പൂരി വിൽപ്പനക്കാരൻ പിന്നെന്ന് വിളിച്ചു പറഞ്ഞു, ഹേയ്, പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പൈസ താ. രുദ്രൻ പോക്കറ്റിൽ കൈയിട്ട് ഒരു 2000 രൂപയുടെ നോട്ടെടുത്ത് പാനിപ്പൂരി വിൽപ്പനക്കാരന് കൊടുത്തു. അയാൾ ഇതിനകം തന്നെ പണം എടുക്കാൻ അവിടെ എത്തിയിരുന്നു. അതിനുശേഷം രുദ്രൻ ഗൗരിയെ കൊണ്ടുപോകാൻ തുടങ്ങിയതും പാനിപ്പൂരി വിൽപ്പനക്കാരൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ചില്ലറയില്ല, കയ്യിൽ വെച്ചോളൂ, തിരികെ തരണ്ട. രുദ്രൻ പറഞ്ഞു. എന്നിട്ട് ഗൗരിയെ കാറിനുള്ളിലേക്ക് ഇരുത്തി. രുദ്രേട്ട, ഞാൻ ഒന്ന് കഴിച്ചുള്ളൂ, ഒന്നുകൂടി വാങ്ങിത്താ. ഞാൻ ആ മുളക് വെള്ളം കുടിച്ചിട്ടാ, ഇനി ഞാനത് കുടിക്കില്ല രുദ്രേട്ട. ഗൗരി, പിടിവാശി കാണിക്കരുത്. ഇനിയും മുളക് ചേർത്ത ആ ഉപയോഗശൂന്യമായ വിഭവം നീ എന്തിനാണ് കഴിച്ചത്? രുദ്രൻ ചോദിച്ചു. രുദ്രേട്ട, ഇതിന് പാനിപ്പൂരി എന്ന് വിളിക്കുന്നേ. ഗൗരി പറഞ്ഞു. അതെന്തായാലും അതെനിക്ക് പ്രശ്നമല്ല. ഗൗരി, നീ പറഞ്ഞ പാനിപ്പൂരി അത് നീ കഴിക്കില്ല. അതിനുശേഷം ഗൗരി രുദ്രനോട് മിണ്ടിയതേയില്ല. അവളുടെ വീർത്ത മുഖം കണ്ടതും രുദ്രന് ചിരി വന്നു. അവരുടെ കാർ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയതും ഗൗരി രുദ്രനെ നോക്കുക പോലും ചെയ്യാതെ കാറിൽ നിന്നിറങ്ങി. ഗൗരി കാറിൽ നിന്നിറങ്ങിയതും വിദ്യാർത്ഥികൾ ഗൗരിയെ നോക്കി കളിയാക്കാൻ തുടങ്ങി. ഇക്കാലത്തെ പെൺകുട്ടികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ മറ്റൊരാൾ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാണ്, അവളെപ്പോലുള്ള പെൺകുട്ടികൾ സമൂഹത്തിന് ഒരു കളങ്കമാണ്. ഗൗരി അവരെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഗൗരിയെ എല്ലാവരും കളിയാക്കുന്ന രുദ്രൻ കേട്ടിരുന്നു. രുദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി. ഇതുവരെ ഗൗരിയെ പരിഹസിച്ചു കൊണ്ടിരുന്ന അവർ ഗൗരിയെ കണ്ട് അത്ഭുതപ്പെട്ടു.
അവരുടെ കണ്ണുകൾ രുദ്രനിൽ ഉറപ്പിച്ചതുപോലെ തോന്നി. വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന കേട്ടതിനും ഗൗരി തിരിഞ്ഞു നോക്കി. പിന്നെ അവൾ എല്ലാവരുടെയും നോട്ടം പിന്തുടർന്നു. എല്ലാവരും രുദ്രനെ നോക്കുന്നത് അവൾ കണ്ടു. മുഖത്ത് സൺഗ്ലാസ് ധരിച്ച് വളരെ സുന്ദരനായി കാണപ്പെട്ടു. അവൻ ഗൗരിയുടെ തൊട്ടു പിന്നിൽ നിന്നു. അവിടെ നിൽക്കുന്ന ചില പെൺകുട്ടികൾ വായ തുറന്നിരുന്നു. ഗൗരി രുദ്രനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഈ രുദ്രൻ എന്തിനാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്? ഗൗരി പല്ല് കടിച്ചു. എല്ലാ പെൺകുട്ടികളെ കണ്ണുകൾ രുദ്രനിൽ മാത്രമായിരുന്നു. അവനെ കണ്ടപ്പോൾ ചിലർ വായ തുറന്നിരുന്നു. ഇതെല്ലാം കണ്ടതും ഗൗരിക്ക് നല്ല ദേഷ്യം വന്നു. രുദ്രൻ എന്തിനെ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ ക്ലാസ്സിൽ വിടാൻ വന്നാണ്. രുദ്രൻ ഇവിടെ നിന്ന് പൊക്കോ, ഞാൻ തന്നെ ക്ലാസ്സിൽ പൊക്കോളാം. ഗൗരി അവനെ നോക്കി പറഞ്ഞു. ഇതുവരെ ഗൗരിയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഗൗരി അസൂയയോടെ നോക്കി. സുഹൃത്തെ, അവൻ വളരെ സുന്ദരനാണ്. ഇത്രയും സുന്ദരനായ ഒരു ആൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ കോളേജിൻ്റെ കാര്യം മറന്നേക്ക്. ഈ നഗരത്തിൽ ഇങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകില്ല. മറ്റേ പെൺകുട്ടി പറഞ്ഞു. അയ്യോ സുഹൃത്തെ, ഗൗരി വളരെ ഭാഗ്യവതിയാണ്. രുദ്രൻ എല്ലാവരെയും അവഗണിച്ചു. ഏതായാലും അവൻ ആരുമായും ഒരു ബന്ധവുമില്ല. തന്നെ ആരോ നോക്കുന്നത് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഗൗരി എല്ലാവരുടെയും നോട്ടം നന്നായി തിരിച്ചറിഞ്ഞു. രുദ്രനെ നോക്കുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ ചുവന്നെടുക്കാൻ അവൾ ആഗ്രഹിച്ചു. നോക്കൂ രുദ്രേട്ട, ഏട്ടും പൊക്കോ, ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സിലേക്ക് പൊക്കോളാം. ഗൗരി രുദ്രനിൽ നിന്ന് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ക്ലാസ് എവിടെയാണ് നീ പറ. രുദ്രൻ അവളെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ നിന്നെ ക്ലാസ്സിലേക്ക് ഉണ്ടാക്കിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അല്പസമയത്തിനുള്ളിൽ രണ്ടുപേരും ഗൗരിയുടെ ക്ലാസിന്റെ അടുത്തേക്ക് എത്തി. ചുറ്റും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ശരി, ഞാൻ പോകുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്ക്. ശരി, ഇപ്പൊ രുദ്രേട്ടൻ പോ. ഗൗരി രുദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗൗരി എന്നെ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് കാര്യം? അതൊന്നുമല്ല, രുദ്രേട്ടൻ ഇവിടെ നിന്ന് പൊക്കോ, ഗൗരി പറഞ്ഞു. അപ്പോഴേക്കും അമൃത അവരുടെ അടുത്തേക്ക് വന്നു. ഗൗരി, ആരായത്? അമൃത രുദ്രനെ നോക്കി ചോദിച്ചു. അമൃത, ഇത് രുദ്രേട്ടാണ്, ഗൗരി പറഞ്ഞു. ഓ, ഇത് രുദ്രനാഥാണോ? അമൃത രുദ്രനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടതും ഗൗരിക്ക് അസൂയ തോന്നി. ഗൗരി പെട്ടെന്ന് രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ അരയിൽ കൈവച്ചു പറഞ്ഞു. രുദ്രേട്ട, ഓഫീസിൽ പോകേണ്ടതല്ലേ? ശരി ഗൗരി, ഞാൻ പോകുന്നു. നീ നന്നായി പഠിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ ഗൗരിയുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവിടുന്ന് പോയി. അടുത്തുനിന്ന് അമൃതയുടെ വാ തുറന്നു പോയി. വാ അടക്കടി, വലിയേച്ചയും കയറും. അമൃത വാ അടിച്ചു പിടിച്ചു. എന്നിട്ട് ഗൗരിയെ നോക്കി ആക്കി ചിരിച്ചു. എടി, ആദ്യം ഞാൻ ഒരാളെ കിസ് ചെയ്യുന്ന നേരിൽ കാണുന്നത്. എടി, നിന്നെ രുദ്രട്ടെ എത്ര കെയറിങ്ങാണ്. നീ ഭാഗ്യവതിയാണ് മോളെ. അല്ല, തനു വന്നില്ലേ? വന്നിട്ടില്ലടി. ഗൗരി അവളെ നോക്കി. അവളും അവളുടെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഗൗരിയെ മാത്രം നോക്കി. എല്ലാവരും അവളിങ്ങനെ നോക്കുന്നതിൽ ഗൗരിക്ക് അത്ര വിചിത്രമായി തോന്നിയില്ല.